വള്ളംകളി എവിടെയുണ്ടോ അവിടെ ഞങ്ങളുമുണ്ട്. 1952-ൽ ചാച്ചാജി ആലപ്പുഴയിലെത്തിയ കാലം. അദ്ദേഹത്തെ വരവേൽക്കാൻ ചുണ്ടനുകൾ കുതിച്ചുപാഞ്ഞപ്പോൾ കുട്ടനാടൻ കരിവീരന്മാരുടെ കരുത്ത് ഞങ്ങൾ നേരിട്ടറിഞ്ഞു. വെള്ളത്തുള്ളികളെ തെറിപ്പിച്ച് ഞങ്ങൾ മുന്നേറിയപ്പോൾ നടുഭാഗം ചാച്ചാജിയുടെ മനവും കവർന്നു. അമരത്ത് വള്ളത്തെ തന്നെ നിയന്ത്രിക്കാൻ പങ്കായമെന്ന ഭീമന്മാരുണ്ട്. 5 പങ്കായക്കാർ ഇല്ലെങ്കിൽ ചുണ്ടനുകൾക്ക് മത്സരിക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയം. കുട്ടനാട്ടുകാരുടെ കൈകളിൽ ആടിത്തുഴഞ്ഞു വന്നിരുന്ന ഞങ്ങൾക്ക് പണ്ട് ഇന്നത്തെ പോലെ അത്ര വലിപ്പമുണ്ടായിരുന്നില്ല. കളി പ്രൊഫഷണലായപ്പോൾ ഞങ്ങളുടെ പാത്തിയുടെ വീതിയും കൂടി. കടലിലേതുപോലെ കുത്തിത്തൊഴയാനാണത്രേ രൂപമാറ്റം. അവിടെയും തീർന്നില്ല കഥ. കളിയുടെ ട്രിക്കുകൾ മാറുമ്പോൾ ഞങ്ങളുടെ രൂപവും മാറും. പാത്തിയുടെ വീതി അല്പം കുറച്ച് നീളം കൂട്ടി പുതിയ മുഖം സമ്മാനിച്ചു തച്ചന്മാർ. ജയിച്ചാൽ തുഴച്ചിൽക്കാർ ആദ്യമുയർത്തുക ഞങ്ങളെയാണ്. ആവേശത്തോടെ ആർപ്പ് വിളിച്ച് ഞങ്ങളെ അങ്ങനെ ആകാശത്ത് ചുഴറ്റും. തോറ്റാലും കേട് ഞങ്ങൾക്ക് തന്നെ. വിഷമം തീർക്കാൻ വെള്ളത്തിലേക്ക് ആഞ്ഞടിക്കും. പരാജയത്തിന്റെ പേരിലുണ്ടാകുന്ന തർക്കം തല്ലിൽ കലാശിച്ചാലും പണി ഞങ്ങൾക്ക് തന്നെ. അങ്ങനെ പറഞ്ഞാലും തീരാത്ത 1000 വള്ളംകളി കഥകളുണ്ട് ഞങ്ങൾക്ക്. എങ്കിലും സമയക്കുറവ് മൂലം നിർത്തുകയാണ്. ഞങ്ങളെ പകർത്തിയ രാഹുൽ കൃഷ്ണയ്ക്കും ഞങ്ങളുടെ കഥ എഴുതിയ കണ്ണൻ നായർക്കുമൊപ്പം 64ാമത് നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്ന വള്ളംകളി പ്രേമികളുടെ സ്വന്തം തുഴ.